ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് പാൽ കുഴക്കട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ജീരകം, അരിപ്പൊടി, തേങ്ങയുടെ 1-ാം പാൽ, 2-ാം പാൽ, നെയ്യ്. ഇനി ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ തേങ്ങയും പിന്നെ ചതച്ച ജീരകം 1 ടീസ്പൂൺ. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി ഈ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വരുമ്പം തീ കുറച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് അരിപ്പൊടി അതിട്ട് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയും വെള്ളവും എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും വരാതെ ഇച്ചിരി നേരം അതൊന്ന് മിക്സ് ചെയ്യണം. പാത്രത്തിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയെല്ലാം നല്ലതായിട്ട് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തും കൂടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ടാവും. നമുക്കിനി അടപ്പ് തുറന്ന് നോക്കാം. ഇനി നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി ഈ മാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാത്രം ചൂടല്ലേ, അപ്പം നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി കുഴയ്ക്കാം. എന്നാലും മാവിനൊരു അല്പം ചൂടൊക്കെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ കുഴയ്ക്കണം. ചൂട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഇട്ട് ഗ്ലൗസ് എന്തെങ്കിലും ഇട്ട് കുഴയ്ക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയിലോട്ട് തിളപ്പിച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെയാണെങ്കിലും കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈസിന് ഉരുട്ടാം. ഞാനിവിടെ ചെറുതായിട്ടാണ് ഉരുട്ടുന്നത്. ആകുമ്പോൾ സ്പൂണിന് കോരി കഴിക്കാമല്ലോ. ഇനി നമുക്ക് ഈ മാവ് ഫുള്ള് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇത് മൊത്തം കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുട്ടണമെങ്കിൽ. കണ്ട് എൻ്റെ മോള് നല്ല ഷേപ്പിന് വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഉരുട്ടി നല്ല റൗണ്ട് ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പേ വെച്ച് അതിലോട്ട് നമ്മളുടെ തേങ്ങയുടെ 2-ാം പാൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു പിഞ്ച് ചതച്ച ജീരകവും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമ്മളിവിടെ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അരമുറി തേങ്ങയാണ്. ഇനി നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരമൊക്കെ പാകമാണെന്നൊക്കെ നോക്കിയേക്ക്. ഇനി ഈ പാല് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ശ്രദ്ധിച്ച് പതിയെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കാനൊന്നും പോകല്ല. ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കുവാണേലും ശ്രദ്ധിച്ചിളക്കണം. ഇത് നമ്മളൊരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കണം. എനിക്ക് 15 മിനിറ്റ് വെക്കേണ്ട വന്നില്ല. എനിക്ക് ഒരു 10-12 മിനിറ്റ് ആയപ്പം തന്നെ വെന്ത് കിട്ടി. ഇപ്പോൾ ഇതെല്ലാം നല്ല കുക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊരു മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി കുറുകി വരും. ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണേ. എനിക്കിത് നല്ല കുറുകിയിരിക്കുന്ന ഗ്രേവി എനിക്കിഷ്ടം. നിങ്ങൾക്ക് അത്രയ്ക്ക് കുറുകണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെയൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 1-ാം പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ തീ സിമ്മാക്കിയിട്ടുണ്ട്. 1-ാം പാൽ ഒഴിച്ച് ഞാൻ ഒത്തിരി തിളപ്പിക്കുന്നില്ല. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാൽ കുഴക്കട്ടയുടെ പാകം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ക്യുമിൻ സീഡ്സ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക്. താങ്ക് യു.